ഉത്ഥിതനായ യേശുനാഥൻ അരികെ വന്ന് സംസാരിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ പത്രോസിനോട് ചോദിക്കുന്നു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? രണ്ടാം പ്രാവശ്യവും യേശു ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നില്ലേ? മൂന്നാം പ്രാവശ്യവും യേശു അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ മനസ്സിലാക്കുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. 3 ഭാഗങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് കാണാം. ഒന്ന്, എൻ്റെ ഹൃദയത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് സംസാരിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. തീർച്ചയായും അങ്ങനെയാണ് പത്രോസ് ഈ സംഭാഷണത്തെ വിവരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? യോഹന്നാന്റെ സുവിശേഷത്തിലെ മറ്റൊരു കഥയിലേക്ക് നമ്മെ വ്യക്തമായും ചൂണ്ടിക്കാണിക്കുന്ന ചില സൂചനകൾ ഈ ഭാഗത്തുണ്ട്. ഈ അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഒരു സൂചന യഥാർത്ഥത്തിൽ കാണപ്പെടുന്നു. അവിടെ കടൽ തീരത്തെ ശിഷ്യന്മാർ എങ്ങനെയാണ് ഒരു തീ കണ്ടത് എന്ന് യോഹന്നാൻ പരാമർശിക്കുന്നു. ഈ സുവിശേഷത്തിൽ മറ്റൊരു സ്ഥലമേയുള്ളൂ പുതിയ നിയമത്തിൽ സമ്പൂർണമായും ഇത്തരം ഒരു തീയെപ്പറ്റി പരാമർശിക്കുന്ന സ്ഥലമുള്ളത്. യേശുവും പത്രോസും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ടതാണ് ആ സൂചന. 3 പ്രാവശ്യം യേശു പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. 17-ാം വാക്യത്തിൽ കാണുന്നത് പോലെ ഇത് പത്രോസിനെ അസ്വസ്ഥനാക്കുന്നു. എന്തുകൊണ്ടാണ് യേശു പത്രോസിനോട് ഈ ചോദ്യം ചോദിച്ചത്? ഈ 2 സൂചനകളെയും ബന്ധിപ്പിക്കുന്ന ഉത്തരം യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. യേശുവിനെ ബന്ധിച്ചുകൊണ്ട് പോകുന്ന രാത്രി, ക്രൂശിക്കപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പത്രോസ് യേശുവിനെ ചോദ്യം ചെയ്തതിന് തൊട്ടടുത്ത് മഹാപുരോഹിതന്റെ വസതിയുടെ മുറ്റത്തായിരുന്നു. ആ നടുമുറ്റത്ത് അവൻ ഒരു തീക്കനൽ കൂട്ടി. ആ നടുമുറ്റത്ത് സങ്കടത്തോടെ, പക്ഷേ യേശു പ്രവചിച്ചതുപോലെ പത്രോസ് യേശുവിനെ അറിയില്ലെന്ന് നിഷേധിച്ചു. ഒരിക്കലല്ല, 3 തവണ. പത്രോസിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് യേശു എത്ര തവണ ചോദിച്ചു? അത് ശരിയാണ്. 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിനെ ആ തള്ളിപ്പറഞ്ഞ കുറ്റത്തിൽ നിന്നും അകൽച്ചയിൽ നിന്നും 3 തവണ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചോടല്ല, തൻ്റെ ചങ്കിനകത്തേക്ക് കർത്താവ് ചേർത്ത് വയ്ക്കുകയായിരുന്നു. ഇന്നത്തെ തീയും ഇന്നത്തെ പ്രാതലും, ആ തീയും തമ്മിലുള്ള ഈ ബന്ധം പത്രോസിന് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. പത്രോസിൻ്റെ ആ ദുഃഖത്തെ സന്തോഷത്തിൻ്റെ സമ്പൂർണതയാക്കുവാനാണ് കർത്താവായ യേശുനാഥൻ ചോദിച്ചത് ഈ സ്നേഹത്തിൻ്റെ ചോദ്യം. എൻ്റെ ഹൃദയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് യേശു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് 2ാമത്തെ ധ്യാനം. എൻ്റെ ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് യേശു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു പത്രോസിനോട് ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ പത്രോസിൻ്റെ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കാൻ മാത്രമല്ല സഹായിക്കുന്നത്, പത്രോസിൻ്റെ ഹൃദയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായി, വളരെ ആസൂത്രിതമായി ചിന്തിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. 15-ാം വാക്യത്തിൽ യേശു ആദ്യമായി ചോദ്യം പുറപ്പെടുവിക്കുമ്പോൾ ചോദ്യം അല്പം വ്യത്യസ്തമായത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ എന്നെ സ്നേഹിക്കുന്നുവോ? അതായത് മറ്റ് ശിഷ്യന്മാരെക്കാൾ കൂടുതൽ. എന്തുകൊണ്ടാണ് യേശു അത് അങ്ങനെ പ്രകടിപ്പിക്കുന്നത്? ഇതേ അധ്യായത്തിലെ 7-ാം വാക്യത്തിൽ ഒരു സൂചന അതിനുണ്ട്. അത്ഭുതകരമായ മീൻപിടുത്തം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് യേശുവാണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ പത്രോസ് നഗ്നനായിരുന്നത് കൊണ്ട് ആ തുണി എടുത്ത് ധരിച്ചുകൊണ്ട് സ്വയം കടലിലേക്ക് ചാടി എന്ന് വിവരിക്കുന്നുണ്ട്.
യേശുവിൻ്റെ കൽപ്പനപ്രകാരം അത്ഭുതകരമായ ഒരു മീൻപിടുത്തം പത്രോസ് കാണുന്നത് ഇത് ആദ്യമായിരുന്നില്ല. യേശുവിൻ്റെ അടുക്കൽ പോകാൻ പത്രോസ് ബോട്ടിൽ നിന്ന് ചാടുന്നത് ഇതാദ്യമായിരുന്നില്ല. എന്നാൽ കരയിലെത്തുമ്പോൾ കരയിലേക്കുള്ള നീന്തൽ തൻ്റെ തല ഉയർത്തിയിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ യേശു ആഗ്രഹിക്കുന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതിൻ്റെ വേദനയിൽ ആയിരുന്നു. പത്രോസിൻ്റെ ആ കുറ്റബോധവും ദുഃഖവും അകൽച്ചയുമൊക്കെ മാറ്റുവാൻ വേണ്ടി തന്നെയായിരുന്നു കർത്താവായ യേശുനാഥൻ ഈ ചോദ്യം പത്രോസിനോട് ചോദിച്ചത്. മറ്റുള്ളവരെക്കാൾ അധികമായി നീ എൻ്റെ ചങ്കിൻ്റെ ഉള്ളിൽ ആയിരിക്കേണ്ടവനാണ്. തൻ്റെ മുൻകാല പരാജയങ്ങളെ അല്ല, ഇപ്പോൾ യേശുവിന് നിന്നോടുള്ള ബന്ധത്തെയാണ് യേശു ആഗ്രഹിക്കുന്നത്. അത് ക്രിസ്തുവിന് നിന്നോടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. നീ ക്രിസ്തുവിനെ സ്നേഹിക്കേണ്ടത്, ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നത് എന്ന് പത്രോസിനോട് കർത്താവ് പറയുകയായിരുന്നു. മൂന്നാമതായി, എൻ്റെ ഹൃദയത്തിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. 3 ചോദ്യങ്ങളോടുള്ള പത്രോസിൻ്റെ പ്രതികരണത്തിന് യേശുവിൻ്റെ പ്രതികരണം എല്ലായ്പ്പോഴും സമാനമാണ്. കുറച്ച് വ്യത്യസ്തമായ ഭാഷയിൽ പറഞ്ഞാലും എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ചെമ്മരിയാടുകളെ മേയ്ക്കുക എന്നൊക്കെ. യേശു അവനോട് തൻ്റെ ഹൃദയം കൊണ്ട് എന്താണ് സംഭവിച്ചതെന്നും തൻ്റെ ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൽപ്പന അവൻ്റെ ഹൃദയത്തിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കണം എന്നതിനെക്കുറിച്ചാണ് കർത്താവ് പത്രോസ്ലീഹയോട് സംസാരിക്കുന്നത്. അത് സ്നേഹത്തിൻ്റെ നവ്യമായ കൽപ്പന കർത്താവ് പറഞ്ഞു കൊടുത്ത ആ കൽപ്പനയിൽ നിന്നുമാണ് കർത്താവ് പത്രോസിനോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. യോനയുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവോ? പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എളിമയോടെ നിന്റെ കണ്ണുകൾ നിന്നിൽ നിന്നും മാറ്റി ഞാൻ ചെയ്യാൻ പഠിപ്പിച്ചത് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ചെയ്യുക. അതുതന്നെ ചെയ്യുക. ആടുകളെ നീ സ്നേഹിക്കുക, അവരെ പരിപാലിക്കുക. എൻ്റെ ഹൃദയം പോലെ ഒരു ഹൃദയം ഉണ്ടായിരിക്കുക. ഞാൻ വളരെ ആഴത്തിൽ ശ്രദ്ധിക്കുന്ന എൻ്റെ ദൗത്യം നീ ഏറ്റെടുക്കുക, നിവർത്തിക്കുക, എനിക്ക് വേണ്ടി ജീവിക്കുക. പത്രോസിൻ്റെ ഹൃദയം യേശുവിന് അറിയാവുന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തെയും നമ്മുടെ ഹൃദയത്തെയും യേശുവിന് അറിയാം. ജീവിത പോരാട്ടങ്ങൾക്കിടയിലും പരാജയങ്ങൾക്കിടയിലും തൻ്റെ ഹൃദയത്തിൽ പത്രോസ് യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശുവിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം ക്രൂശിതനായ പത്രോസിൽ സംഭവിച്ചത് അഥവാ എന്ത് സംഭവിക്കുമെന്ന് ക്രിസ്തുവിന് നന്നായി അറിയാമായിരുന്നു. കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്: നീ നിന്റെ വികാരത്തിൽ നിന്നും ചിന്തയിൽ നിന്നും ഭയത്തിൽ നിന്നും എന്നെ തള്ളിപ്പറഞ്ഞു. ഞാൻ ഇതാ നിന്നെ നിന്റെ വികാരങ്ങളെ ബന്ധിച്ചു മാറ്റി എൻ്റെ സ്നേഹത്തിലേക്ക് സ്വീകരിക്കുന്നു. ആ സ്നേഹം നീ ജീവിക്കും. ഒടുവിൽ നീ നിഷ്ക്രിയനായി നിൽക്കും. എൻ്റെ സ്നേഹത്തെ പ്രതി മറ്റുള്ളവർ നിന്നെ എടുത്തുകൊണ്ടുപോയി എനിക്ക് വേണ്ടി പൂർണ്ണ സമർപ്പണം നടത്തും. അത് പത്രോസിൻ്റെ കുരിശ് മരണമായിരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മോട് ആവർത്തിച്ച് ചോദിക്കുന്ന സ്നേഹത്തിൻ്റെ സ്വരത്തെ കേൾക്കുവാൻ നമുക്ക് ശ്രമിക്കാം. എത്രത്തോളം ക്രിസ്തുവിനെ നാം സ്നേഹിക്കുന്നുവെന്ന് ബോധ്യപ്പെടുവാൻ ക്രിസ്തുവിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.